ശ്രീലക്ഷ്മി 24/7 ലൈവിൽ നടന്ന ചർച്ചയിൽ പറയുന്ന കേട്ടു, ദീപക്കിൻ്റെ ഭാഗത്ത് 50% തെറ്റായിട്ടാണ് പുള്ളിക്കാരി കണ്ടത്. സത്യം അറിയുന്നിടം വരെ ഷിംജിതേനെ തെറ്റുകാരിയാണെന്ന് പറയരുതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംസാരവും ഭയങ്കര ചലബിലായിരുന്നു 24/7 നടത്തിയിരുന്നത്. പിന്നെ ഈ റോക്ക് ഷോ ഒക്കെ എന്ന് പറയുന്നത് നമ്മളിവിടെ ആണോ പെണ്ണോ എന്നുള്ളൊരു വ്യത്യാസത്തിലല്ല ഇതൊക്കെ പറയുന്നത്. നമ്മുടെ നമ്മൾ ഉന്നയിച്ച ഒരു മെയിൻ പ്രശ്നമെന്ന് പറയുന്നത്, അത് പിന്നെ ആ വീഡിയോ എടുത്ത് ഉടനെ പോലീസിലോ വല്ല കൈമാറാനുള്ളതിന് പകരം അത് പുള്ളിക്കാരി ഉടനെ തന്നെ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. അല്ലാതെ പിന്നെ വേറെ ആണ് പെണ്ണെന്നുള്ളൊരു വ്യത്യാസം അവിടെ കാണുന്നില്ല. നിങ്ങൾ ഭയങ്കര ഫെമിനിസ്റ്റും ഇതൊക്കെ ആയിരിക്കും, പക്ഷേ ഇങ്ങനെ ഈ ഫെമിനിസ്റ്റ് ആയത് കൊണ്ട് തന്നെ ആണുങ്ങളോടൊക്കെ സ്വാഭാവികമായിട്ട് ഭയങ്കര മനോഭാവം തന്നെയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഈ വേടൻ്റെ കേസ് വന്നപ്പോൾ മാത്രം ഇതൊക്കെ എവിടെ പോയായിരുന്നു? വേടനെതിരെ ഒരു മീറ്റു ആരോപണം വന്ന സമയത്ത് വേടനെ സപ്പോർട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് നിങ്ങളങ്ങോട്ട് ഭയങ്കര പ്രസംഗിച്ചങ്ങോട്ട് തകർക്കുകയായിരുന്നല്ലോ. മോഹൻലാൽ എന്ന് പറഞ്ഞ മഹാനടനെക്കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു, അഖിൽമാരാറിനെ വളരെ മോശമായിട്ട് പറഞ്ഞു. അങ്ങനെ ഒന്നും നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോഴൊക്കെ നിങ്ങളുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ എവിടെ പോയി? ഇപ്പോൾ ഈ ചർച്ചയിൽ മാത്രം ഇതേപോലെയുള്ള സംഭവങ്ങൾ, പിന്നെ സത്യം അറിഞ്ഞാൽ മാത്രമേ ഷിംജിതേനെ ക്രൂശിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്ത് പ്രസംഗങ്ങളാണ് ഈ ശ്രീലക്ഷ്മി നിങ്ങൾ നടത്തിയിരിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുക വേറൊരാളും. നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ ആണോ പെണ്ണോ എന്നൊരു വ്യത്യാസത്തിലല്ല, ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ ദീപക്കിന് നീതി കിട്ടണം എന്നാണ് ഞങ്ങളും ബാക്കിയുള്ളവരൊക്കെ വിചാരിക്കുന്നത്. നിങ്ങളിത് വെറുതെ ആണ് പെണ്ണ് എന്നുള്ള ഈ ഫെമിനിസ്റ്റ് ചിന്താഗതിയിൽ മാത്രം സാധനത്തിൽ ഉൾക്കൊണ്ട് പിന്നെ പുള്ളിക്കാരത് അറിഞ്ഞുകൊണ്ട് തട്ടിയത് തന്നെ ആയിരിക്കും, എനിക്കങ്ങനെ തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം ആര് ഇവിടെ ഇതായി? നിങ്ങളെന്താ കോർട്ടാണോ? നിങ്ങൾ ബാക്കിയുള്ളവരോട് ചോദിച്ചു ബാക്കിയുള്ളവരെന്താ കോർട്ടാണോന്ന്. നിങ്ങളെന്താ ഇത് വല്ല കോർട്ടോ വല്ലതും ആണോ?